ദേവൂട്ടിക്കൊപ്പം വരികയാണ് അമ്മേ മൂകാംബികേ. എല്ലാ ദിവസവും രാത്രി 8:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. നീ എങ്ങോട്ടാ? എനിക്ക് റൂബി ഒന്ന് കാണണം. അത് വേണ്ട, നീ ഇപ്പൊ അങ്ങോട്ട് പോവാൻ നിൽക്കണ്ട. അത് പറ്റില്ല. ഇങ്ങനൊരു വാർത്ത അറിഞ്ഞിട്ട് ഞാൻ പോവാതിരിക്കുന്നത് ശരിയല്ല. ഞാൻ പോവും. വേണ്ടെന്ന് പറഞ്ഞില്ലേ? പോകാതിരിക്കുന്നതല്ലേ ചന്ദ്രേ നല്ലത്. പോലീസും റൂബിയുടെ ബന്ധുക്കളൊക്കെ അവിടെ കാണും. നിന്നോട് അവര് മോശമായിട്ട് പെരുമാറിയാൽ എന്ത് ചെയ്യും? അതിന് ഞാനെന്ത് തെറ്റ് ചെയ്തു? ഞാനും റൂബിയും തമ്മിലുള്ള ബന്ധം എങ്ങനെയായിരുന്നെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതല്ലേ. എന്റെ എല്ലായിരുന്നു റൂബി. അവള് പോയപ്പോ തനിച്ചായി പോയത് ഞാന്. എനിക്ക് മാത്രം നഷ്ടം. ഞാൻ പോവും, അവളെ കാണും. എന്നെ ആരും തടയണ്ട. ഈ അനുസരണ ഇല്ലായ്മയാണ് നിന്റെ കുഴപ്പം. നിന്റെ നന്മയ്ക്ക് വേണ്ടിയാ വേണ്ടാന്ന് പറഞ്ഞത്. അത് കേൾക്കാൻ നീ തയ്യാറല്ല. എന്റെ ഭാഗത്തുനിന്ന് എന്താ ആരും ചിന്തിക്കാത്ത? ഏതെങ്കിലും ഒരാളല്ല മരിച്ചിരിക്കുന്ന. എന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരിയ. അതും ഇതുപോലൊരു മരണം അറിഞ്ഞിട്ട് ഞാൻ പോവാതിരിക്കുന്നത് ശരിയാണോ? എന്റെ സ്ഥാനത്ത് നിങ്ങളൊക്കെ ആണെങ്കിൽ പോവില്ലേ? അവള് പോന്നെങ്കിൽ പൊക്കോട്ടെ അച്ഛാ. ഇവളെ എവിടെ പോയി തൊലഞ്ഞാ നമുക്ക് എന്നാ? വീണ്ടും പോലീസ് ഈ വീട്ടിൽ കയറി വരാൻ ഇടവരരുത്. അത്രയേ ഉള്ളൂ ഞങ്ങൾക്ക്. പോലീസ് ഒരിക്കലും ഇവിടെ വരില്ല. എന്നെ ആരും സംശയിക്കുകയില്ല. റൂബി ഞാനും തമ്മിലുള്ള അടുപ്പം അതെല്ലാവർക്കും അറിയാവുന്നതാ. എങ്കിൽ വെക്കോ. പക്ഷെ ഒരു കാര്യം നീ പ്രത്യേകം ഓർക്കണം. ഇതിനെ ചൊല്ലി എന്ത് നടന്നാലും അതിന്റെ സകല ഉത്തരവാദിത്വവും നിനക്ക് മാത്രമായിരിക്കും. ഒന്നും സംഭവിക്കില്ല. അത് ചന്ദ്രയുടെ വിശ്വാസം. ഞങ്ങൾ അങ്ങനെയല്ല കരുതുന്നത്. എന്റെ ആഗ്രഹം ഞാൻ പറയട്ടെ. ആ മരണവുമായി ബന്ധപ്പെട്ട് നീ അകത്തു പോണം. കുറേ കാലം നീ ജയിലിൽ കിടക്കണം. ഞാൻ അനുഭവിച്ചത് മുഴുവനും നീയും അനുഭവിക്കണം. ദൈവമേ, ഇവളെ പോലീസ് പൊക്കണേ. നിങ്ങൾ എന്തോന്ന് കൊക്കിക്കൊണ്ടിരിക്കുവോ? ഇങ്ങോട്ട് വാ. എടാ, കാശെടുത്തവരെ കുറിച്ച് വല്ല വിവരവും കിട്ടിയോ? കിട്ടി. ആരാ? ശരവണൻ. ശരവണനോ? അതെ, അവനിപ്പം നല്ല സമയമല്ല. അതാ ഇങ്ങനൊക്കെ ചെയ്യാൻ തോന്നിയത്. വീട്ടിലില്ല ഞാൻ അവനെ. അവന്റെ മരണം അടുത്തു കഴിഞ്ഞു. ഇതാ നിന്റെ കുഴപ്പം. ഈ ദേഷ്യം എടുത്തു ചാട്ടു. ആളുകളെ കൂടെ നിർത്താൻ ഇനിയും നീ പഠിച്ചിട്ടില്ല. എന്നാടാ നീ ഇതൊക്കെ പഠിക്കുന്നേ? എല്ലാരെയും വെറുപ്പിച്ച് എത്ര കാലം നീ ജീവിക്കും? അമ്മ, ഇത്രയും കാലം ഞാൻ ജീവിച്ചില്ലേ, ഇനിയും ഞാൻ ജീവിക്കും. എന്ത് വില കൊടുത്തും ആ ശരവണനെ ഞാൻ കണ്ടുപിടിച്ചിരിക്കും. കാശ് തിരിച്ചു പിടിച്ചിരിക്കും. ഞാനൊരു കാര്യം പറഞ്ഞാൽ നീ അനുസരിക്കൂ? അമ്മ പറ. ശരവണനുമായിട്ടുള്ള ശത്രുത നീ ഉപേക്ഷിക്കണം. അവനെ സ്നേഹത്തോടെ ചേർത്ത് നിർത്തിയാൽ മാത്രമേ നിനക്ക് ആ കാശ് തിരിച്ചു കിട്ടൂ. അല്ലെങ്കിൽ അവനതൊരിക്കലും തരില്ല. അവൻ തരണ്ട, ഞാൻ വാങ്ങിച്ചോളാം. ജീവൻ പോകുന്നെന്ന് കണ്ട അവനല്ല, അവന്റെ മരിച്ചുപോയ തന്ത കുഴിയിൽ എഴുന്നേറ്റ് വന്ന് കാശ് കൊണ്ടുതരും. നീ കാണിക്കാൻ പോകുന്നത് മണ്ടത്തരോ? അമ്മേ, അമ്മ എന്നെ ഉപദേശിക്കാൻ വരണ്ട. അമ്മയ്ക്ക് അതിനുള്ള അർഹതയില്ല. അമ്മ ഒറ്റ ഒരാൾ കാരണമാണ് ഇപ്പൊ ആ കാശ് പോയത്. അമ്മയുടെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ആ കാശ് നഷ്ടപ്പെടില്ലായിരുന്നു. നീ തന്നെ ഇത് പറയണം. ഞാൻ കാല് പിടിച്ച് കെഞ്ചിയതല്ലേ കൂടെ വരാൻ. എന്നിട്ട് നീ കേട്ടോ? ഇക്കണ്ട പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാക്കി വെച്ചത് ആരാ? നീയല്ലേ? ശരവണൻ നിന്റെ ആളല്ലേ? ശരവണൻ എങ്ങനെ അറിഞ്ഞു സ്ഥലം വിറ്റ കാശും കൊണ്ട് ഞാൻ വരുന്നു? എന്നിട്ട് കുറ്റം മുഴുവൻ എനിക്ക്. നിന്നെപ്പോലെ മക്കളുള്ള എല്ലാ അമ്മമാരുടെയും ഗതി ഇതാ.
ആദ്യം അമ്മ ഇതൊന്ന് നിർത്ത്. എടാ ഇനിയെങ്കിലും നീ ഒന്ന് നന്നാവാൻ നോക്ക്. വാശി വൈരാഗ്യം കൊണ്ട് ആരും ഒന്നും നേടിയിട്ടില്ല ഇതുവരെ. അമ്മേ, ഞാൻ ഇവിടം വരെ എത്തിയത് വാശി വരിയാൻ കൊണ്ട് തന്നെയാ. ഇവിടുന്ന് അങ്ങോട്ടും അങ്ങനെ തന്നെ പോകാനല്ല തീരുമാനം. ശരവണ്ണന് മാപ്പ് കൊടുക്കുന്ന പ്രശ്നമില്ല. ഒരിക്കൽ ചതിച്ചവനായിട്ട് കൂട്ടുവിടാനേ ഞാൻ തയ്യാറല്ല. ചതിയുടെ ശമ്പളം മരണം അമ്മേ. അത് ഞാൻ അവന് കൊടുക്കും. ശരവണ്ണേ ഇനി അധികം ആയുസില്ല. അമ്മ കണ്ടു. എന്തായി കുഞ്ഞളിയ? ബോഡി മെഡിക്കൽ കോളേജ് മോർച്ചറിലേക്ക് മാറ്റി. നാളെ രാവിലെയാണ് പോസ്റ്റ്മോർട്ടം ഉണ്ടാവുക. അതിലെ മരണകാരണം എന്താണെന്ന് അറിയാൻ പറ്റൂ? കൊന്നതായിരിക്കും, അല്ലാതെ ഇങ്ങനെ വരില്ല. വെറുതെ വാ പോയ കോടാലി പോലെ ഓരോന്നിങ്ങനെ വിളിച്ചു പറയല്ലേ. റൂബിക്കെതിരെ ഒരു ഡിപ്പാർട്ട്മെന്റൽ എൻക്വയറി നടന്നിരുന്നു. ഒരുപാട് കുഴപ്പങ്ങൾ ഈ റൂബി കാണിച്ചിരുന്നു എന്നാ അന്വേഷണ സംഘം കണ്ടെത്തിയത്. അഴിമതി മാത്രമല്ല, മറ്റു പല ആരോപണങ്ങളും റൂബിക്കെതിരെ ഉണ്ട്. ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ 2 ദിവസം മുൻപ് റൂബിയെ സർവീസിൽ നിന്നും പിരിച്ചുവിട്ടിരുന്നു. പിരിച്ചുവിട്ടെന്നോ? എന്നിട്ട് നമ്മളാരും അറിഞ്ഞില്ലല്ലോ. ചന്ദ്ര അറിഞ്ഞിരുന്നോ ആ വിവരം? ഇല്ല. അതവള് രഹസ്യമാക്കി വച്ചിരിക്കായിരുന്നു. ആരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ അത് നാണക്കേടല്ലേ? ഞാനിത് വിശ്വസിക്കില്ല. നീ വിശ്വസിക്കണ്ട, ഞാൻ പറഞ്ഞതാണ് സത്യം. ഈ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടതിന്റെ വിഷമത്തില് ആത്മഹത്യ ചെയ്തു എന്നാ ഇപ്പൊ എല്ലാവരും കരുതുന്നത്. അതിനാണ് സാധ്യത കൂടുതലും. അതല്ല മറ്റെന്തെങ്കിലും കാരണം കൊണ്ടാണ് റൂബി മരിച്ചതെങ്കിൽ അത് പോസ്റ്റ്മോർട്ടം കഴിയാതെ പറയാനും പറ്റത്തില്ല. പിരിച്ചുവിട്ടത് സത്യമാണെങ്കിൽ സാഹചര്യത്തിൽ വെച്ച് നോക്കുമ്പോൾ ആത്മഹത്യ ചെയ്തിരിക്കാനാണ് സാധ്യത. ഞാൻ അങ്ങനെയല്ല വിശ്വസിക്കുന്നത്. കൊലപാതകമായിരിക്കും. ആയിരിക്കും, കൊലപാതകം തന്നെ ആയിരിക്കും. റൂബി ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല. അത്ര ഭീരുവല്ല അവള്. കൊന്നതാന്ന് നീ പറയുന്നു. ആര് കൊന്നു, എന്തിനു കൊന്നു, അതറിയാവോ നിനക്ക്? അത് കണ്ടുപിടിക്കാനല്ലേ പോലീസ് ഇരിക്കുന്നത്. അവര് കണ്ടുപിടിക്കും സത്യം എന്താണെന്ന്. അതേ പോലീസ് തന്നെയാ ആത്മഹത്യാ സാധ്യതയെക്കുറിച്ചും പറഞ്ഞത്. നിനക്ക് സംശയം ഉണ്ടെങ്കിൽ നീ കൊണ്ടുപോയി പരാതി കൊടുക്ക്, എന്നിട്ട് തെളിയിക്കും. എന്റെ റൂബിയുടെ മരണത്തിന് ഉത്തരവാദികൾ ആരാണെങ്കിലും ഞാൻ വെറുതെ വിടില്ല.